വിശദമായ വാർത്തകളിലേക്ക്. ദുബൈയിൽ പുതുക്കിയ പാർക്കിംഗ് നിരക്ക് നാളെ മുതൽ നിലവിൽ വരും. 23% പാർക്കിംഗുകളിലാണ് കൂടിയ നിരക്ക് ബാധകം. നിലവിൽ മണിക്കൂറിന് 2 ദിർഹമാണ് ഈടാക്കുന്നത്. നാളെ മുതൽ നിശ്ചിത മേഖലകളിൽ ഇനി മണിക്കൂറിന് 3-4 ദിർഹം വീതമായി മാറും. ബഹുനില പാർക്കിംഗുകളിലെ നിരക്ക് മണിക്കൂറിന് 3 ദിർഹമിൽ നിന്ന് 5 ദിർഹമായി ഉയർത്തിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 10 വരെ പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും. ഇതുവരെ ഉച്ചയ്ക്ക് അനുവദിച്ചിരുന്ന 3 മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ഒഴിവാക്കി. UAE-യിലെ ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച് പുതിയ നിയമം ഉടൻ നിലവിൽ വരും. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ വ്യക്തിഗത വിസയിൽ രാജ്യത്തേക്ക് വരുന്ന വീട്ടുജോലി വിസക്കാരും അവരെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളും സ്പോൺസർമാരും നേരിടുന്ന ബഹുവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് മേജർ ഉബൈദ് ബിൻ സുരൂർ അറിയിച്ചു. നിലവിലുള്ള പരാതികൾക്ക് പരിഹാരം കാണുന്നത് രേഖകൾ പരിശോധിച്ചായിരിക്കും. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സാമ്പത്തിക മന്ത്രാലയവുമായി സഹകരിച്ചാണ് നടപടി സ്വീകരിക്കുക. ഗാർഹിക തൊഴിലാളികളുടെ ഒളിച്ചോട്ടം, വിസ പുതുക്കാതിരിക്കുക, വൈദ്യപരിശോധന പൂർത്തിയാക്കാതെ നിയമനം നടത്തുക, തൊഴിലാളി മരിച്ചാലുള്ള നിയമ നടപടികൾ എന്നിവ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതാണ് പുതിയ നിയമമെന്ന് മേജർ ഉബൈദ് അറിയിച്ചു. ഷാർജയിൽ അനധികൃത ടാക്സി സർവീസുകൾക്കെതിരെ അധികൃതർ നടപടികൾ ശക്തമാക്കി. ഈ വർഷം ആദ്യപാദത്തിൽ ഷാർജ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അനധികൃത ടാക്സി സർവീസ് നടത്തിയ 601 പേരിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഷാർജ RTA അറിയിച്ചു. വ്യത്യസ്ത രാജ്യക്കാരാണിവർ. ജനുവരിയിൽ 246, ഫെബ്രുവരിയിൽ 164, മാർച്ചിൽ 191 പേർ വീതമാണ് പിടിയിലായതെന്ന് RTA ലംഘന വിഭാഗം മേധാവി റാഷിദ് അൽ നുഐമി പറഞ്ഞു. ദുബൈയിൽ മാജിക് പെൻ തട്ടിപ്പിന് ഇരയാകരുതെന്ന് ബാങ്കുകൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. വ്യാജ ചെക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പെരുകുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേകതരം പേനയെക്കുറിച്ച് പ്രമുഖ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകിയത്. ഉപഭോക്താവിന് പ്രത്യേകതരം പേന നൽകിയതിനു ശേഷം അത് വെച്ച് വിവരങ്ങൾ ചെക്കിൽ എഴുതാൻ ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. മാജിക് പെൻ എന്നറിയപ്പെടുന്ന ഇത്തരം പേനകൾ കൊണ്ട് എഴുതുന്നത് മാഞ്ഞു പോകുന്നതോ മായിച്ചു കളയാവുന്നതോ ആണ്. തനിക്ക് ആവശ്യമായ തുകയും പേരും എഴുതി ചേർത്താണ് ഉപഭോക്താക്കളുടെ പണം തട്ടിപ്പുകാർ കൈക്കലാക്കുന്നത്. ഷാർജയിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ റംസാൻ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. പാർക്കിംഗ് എന്നിവയുടെ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഷാർജയുടെ വിവിധ ഭാഗങ്ങളിലായി സൗജന്യ ഇഫ്താർ വിതരണത്തിനായി 5 ടെന്റുകൾ തുറന്നതായും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. മുനിസിപ്പാലിറ്റി സേവന കേന്ദ്രങ്ങൾക്കെല്ലാം റംസാനിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. പാർക്കിംഗുകളിൽ രാവിലെ 8 മുതൽ 1 വരെയും വൈകിട്ട് 7 മുതൽ അർദ്ധരാത്രി വരെയുമാണ് ഫീസ് ഈടാക്കുക. ദുബായ് ആസ്ഥാനമായ റീജൻസി ഗ്രൂപ്പിന് കീഴിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 44-ാമത്തെയും കുവൈറ്റിലെ 8-ാമത്തെയും സ്റ്റോർ കുവൈറ്റിൽ ആരംഭിച്ചു. കുവൈറ്റിലെ പ്രമുഖ രാജകുടുംബാംഗം ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽ സബാഹും നിസാർ അൽ ഒരൈഫാനും ചേർന്ന് നിർവഹിച്ചു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആദ്യ വിൽപ്പന ഗവൺമെന്റ് വഫ്ര റിയൽ എസ്റ്റേറ്റ് ചെയർമാൻ നിസാർ അൽ ഒരൈഫാൻ നിർവഹിച്ചു. റീജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബൂബക്കർ മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2020 ഭാഗമായി ദുബായ് എമിഗ്രേഷൻ തങ്ങളുടെ ജീവനക്കാർക്ക് അന്താരാഷ്ട്ര ഭാഷകളിൽ പരിശീലനം നൽകുന്നു. ദുബായ് എയർപോർട്ടിലും തുറമുഖങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമാണ് പരിശീലനം നൽകുന്നത്. എക്സ്പോ 2020 ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് ദുബായ് പ്രതീക്ഷിക്കുന്നത്. ഇവരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനും മികച്ച സേവനം നൽകാനും ലക്ഷ്യം വെച്ചാണ് ഇവരെ പഠന പരിശീലന രീതിക്ക് വകുപ്പ് രൂപം നൽകിയത്. ഫ്രഞ്ച് ഭാഷയിലാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം. പഠന പദ്ധതിയുടെ ഉദ്ഘാടനം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽമറി നിർവഹിച്ചു. ജിഷ വധക്കേസിൽ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. അയൽവാസികളുടെ മൊഴി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മുൻ അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയും ഇപ്പോൾ ലഭിച്ച മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കും. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ADGP B സന്ധ്യ അയൽവാസികളുടെയും ജിഷയുടെ അമ്മയുടെയും മൊഴിയെടുത്തു. ജിഷ വധക്കേസ് അന്വേഷണം ഏറ്റെടുത്ത ദിവസം തന്നെ ADGP B സന്ധ്യ ആലുവ പോലീസ് ക്ലബ്ബിലെത്തുകയും പുതിയ അന്വേഷണ സംഘാംഗങ്ങളുടെയും പഴയ അന്വേഷണ സംഘാംഗങ്ങളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്ത് അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പെരുമ്പാവൂരിലെ ജിഷയുടെ വീട് അന്വേഷണ സംഘം സന്ദർശിച്ചു. കൊല നടന്ന വീടിനകം വിശദമായി പരിശോധിച്ച ശേഷം ADGP അയൽവാസികളുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനുശേഷം ജിഷയുടെ അമ്മയുടെ മൊഴിയും എടുത്തു.
അയൽവാസികളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പറയുന്നതിൽ അയൽവാസികൾ വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഭീഷണിപ്പെടുത്താതെയും സമ്മർദ്ദത്തിലാക്കാതെയും അയൽവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർന്നും അവരുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണത്തിൽ ക്ഷമയാണ് പ്രധാനമെന്നും കൂടുതൽ സമയം എടുത്തേക്കുമെന്നും ADGP B സന്ധ്യ പറഞ്ഞു. പേഷ്യൻസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും ആവശ്യം. ടേക്സ് ടൈം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്കറിയാലോ, രഹസ്യ സ്വഭാവമുള്ളതാണ്, അത് കോടതിക്കായിരിക്കും പോകുന്നത്. അതേസമയം മുൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര, പെരുമ്പാവൂർ DYSP അനിൽകുമാർ, കുറുപ്പുംപടി CI രാജേഷ് എന്നിവരെ ചുമതലയിൽ നിന്ന് മാറ്റി. പുതിയ അന്വേഷണ സംഘത്തിലുള്ള PN ഉണ്ണിരാജനെ ആലുവ റൂറൽ SP ആയും KS സുദർശനെ പെരുമ്പാവൂർ DYSP ആയും നിയമിച്ചു. ജിഷയുടെ വീട്ടിൽ ഒരിക്കൽ കൂടി ചെന്ന് കൂടുതൽ ഇഴകീറി പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നും KM ഉമേഷ്. 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഗതാഗതവും രജിസ്ട്രേഷനും നിരോധിച്ച ഹരിത ട്രിബ്യൂണൽ വിധി ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ഡീസൽ വാഹന നിയന്ത്രണവും നിരോധനവും അടങ്ങുന്നതാണ് വിധി. സ്വകാര്യ വാഹന നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റേത്. 2000 CCക്ക് മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ സർക്കാർ രജിസ്റ്റർ ചെയ്ത് നൽകരുത് എന്നും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ കൊച്ചി സർക്യൂട്ട് ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വാഹന ഡീലർ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പഠനം നടത്താതെയാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടത് എന്ന് കുറ്റപ്പെടുത്തിയ കോടതി ധൃതി പിടിച്ചെടുത്ത തീരുമാനമാണ് ഹരിത ട്രിബ്യൂണലിന്റേതെന്നും വിമർശിച്ചു. 1 മാസം കൊണ്ട് ഉത്തരവ് നടപ്പാക്കുക അസാധ്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ആരാഞ്ഞില്ല. വസ്തുതകൾ വിശദമായി പരിശോധിക്കേണ്ടിയിരുന്നുവെന്നും ജസ്റ്റിസ് PB സുരേഷ് കുമാർ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ ജൂൺ 8-നുള്ളിൽ അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 8-നകം റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ ആഭ്യന്തര സെക്രട്ടറി, ജില്ലാ കളക്ടർ, DGP, കമ്മീഷണർ എന്നിവരെ കോടതി കക്ഷി ചേർത്തു. കോടതി ഉത്തരവ് നടപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും കോടതി ചോദിച്ചു. പുറ്റിങ്ങൽ ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമാണെന്നും അതിൽ ഇവർക്ക് പങ്കുള്ളതായും കോടതി കണ്ടെത്തി. പുറ്റിങ്ങലിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളുടെയും വെടിക്കെട്ട് കരാറുകാരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 38 പേരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. പുറ്റിങ്ങലിൽ നടന്നത് മത്സരക്കമ്പമായിരുന്നുവെന്നും അതിൽ ക്ഷേത്ര ഭാരവാഹികൾക്കും കരാറുകാർക്കും പങ്കുള്ളതായി കോടതി കണ്ടെത്തിയതിനെ തുടർന്നുമായിരുന്നു ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം 1 മാസം മുമ്പ് വെടിമരുന്ന് വിൽപ്പന നടത്തിയ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 28-ാം പ്രതി ജിബു, 29-ാം പ്രതി സലീം എന്നിവർക്ക് മത്സരക്കമ്പവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസ് P. ഉബൈദ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. പുറ്റിങ്ങലിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും നിയമം കൃത്യമായി പാലിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്സവങ്ങളിൽ വെടിക്കെട്ടിന് നിയന്ത്രണം വേണമെന്നും ഇപ്പോഴുള്ളത് അനാരോഗ്യകരമായ പ്രവണതയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. മാത്രമല്ല, ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടും പോലുള്ള ദുരാചാരങ്ങൾ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചുവെന്ന ശ്രദ്ധേയ നിരീക്ഷണവും കോടതി നടത്തി. ഒരു മതവും ഇത്തരത്തിലുള്ള സ്ഫോടനാത്മകമായ ചടങ്ങുകളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നും കോടതി വിമർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഖജനാവ് കാലിയല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 1009 കോടിയുടെ മിച്ച ട്രഷറിയാണ് പുതിയ സർക്കാരിന് കൈമാറിയത്. അവസാന കാലത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അന്വേഷിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. 1009 കോടി രൂപയുടെ മിച്ച ട്രഷറിയാണ് ഈ 24-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസത്തെ അക്കൗണ്ട് കാണിച്ചാൽ മതിയോ? ബാക്കിയുള്ള ബാധ്യത വേണ്ടേ? ബാധ്യത വേണം. കഴിഞ്ഞ UDF ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു സ്ഥിതി. പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെയേറെ തെറ്റിദ്ധാരണ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, അതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള നിയമലംഘനമുണ്ടോ എന്നെല്ലാം നോക്കട്ടെ. ഉമ്മൻചാണ്ടിക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടാൻ 3 വർഷമെങ്കിലും എടുക്കും. 700 കോടി
മാത്രമാണ് ഇപ്പോൾ ഖജനാവിലുള്ളത്. കടമെടുക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ അവസ്ഥാവിശേഷം മാറുന്നതിന് ഇനി ചുരുങ്ങിയത് ഒരു 3 വർഷമുണ്ട്. കാരണം അത്രക്കേറെ ബാധ്യത. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. UDF ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും. ഇതിനായി എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു. KC ജോസഫ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവാകും. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിന് വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി. UDF ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട്. VM സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് UDFിലെ പതിവ് രീതി. ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും. മുൻ മുഖ്യമന്ത്രിയാണ് UDF ചെയർമാൻ ആകേണ്ടത് എന്നാണ് എ ഗ്രൂപ്പ് നിലപാട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രതികരിച്ചു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കും. ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ, കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കും. ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം അതൊരിക്കലും ഞാൻ അത് വിടത്തത്തില്ല. ബസ്സുകളിലും ട്രെയിനുകളിലും കേരളം ഒട്ടാകെ യാത്ര ചെയ്ത് എൻ്റെ ആ ബന്ധം നിലനിർത്തി മുമ്പോട്ട് പോകും. ഞായറാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ ധാരണയുണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും. VD സതീശനും K മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൌസ് 2 ദിവസത്തിനുള്ളിൽ ഒഴിയുമെന്ന് VS അച്യുതാനന്ദൻ. പുതിയ വീട് കണ്ട് തനിക്ക് ഇഷ്ടമായെന്നും VS പീപ്പിളിനോട് പറഞ്ഞു. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ തന്നെയാണ് മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ പുതിയ വീട് കാണാനെത്തിയത്. മകൻ VA അരുൺകുമാറിനൊപ്പം എത്തിയ VS വീട് വിശദമായി കണ്ടു. CPIM സംസ്ഥാന ആസ്ഥാനമായ AKG സെന്ററിന് തൊട്ടരികിൽ തമ്പുരാൻ മുക്കിലാണ് വീട്. വീട് ഇഷ്ടമായെന്ന് VS പറഞ്ഞു. വീട് തിരക്കില്ല. അപ്പോൾ 2 ദിവസത്തിനകം അവിടെ വിട്ടുകൊടുക്കണമല്ലോ. പാർട്ടി പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് വിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട് നോക്കുകയായിരുന്നു. ഭേദപ്പെട്ട വീടാണ്. പുതിയ താമസ സ്ഥലം പരിശോധിക്കാൻ വന്ന VS മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ താൽപര്യപ്പെട്ടില്ല. അതേസമയം തന്റെ സ്ഥാനങ്ങളെ മുൻനിർത്തിയുള്ള വിവാദങ്ങളെക്കുറിച്ച് ശനിയാഴ്ച പ്രതികരിക്കുമെന്നും VS വ്യക്തമാക്കി. ചില വിവാദങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ VSന്റെ ഒരു പ്രതികരണം അത് നാളെ പറയാം. ശരി. 2 ദിവസത്തിനുള്ളിൽ VS കന്റോൺമെന്റ് ഹൌസ് ഒഴിയും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 14ാം നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് S ശർമ്മ പ്രോടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജൂൺ 2-ന് 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും. 14ാം നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപ്പിൻ MLA ആയ S ശർമ്മ പ്രോടോം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായ EP ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-നാണ് 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക. 2-ാം തീയതി പ്രോടോം സ്പീക്കറായ S ശർമ്മയ്ക്ക് മുൻപാകെ 139 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജൂൺ 3-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. P ശ്രീരാമകൃഷ്ണനെയാണ് LDF സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകത്ത് ആദ്യമായി അണുബോംബ് ആക്രമണം നടന്ന ഹിരോഷിമ ബരാക് ഒബാമ സന്ദർശിച്ചു. ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഹിരോഷിമയിലേക്ക് എത്തുന്നത്. G7 ഉച്ചകോടിക്കായി ജപ്പാൻ തലസ്ഥാനമായ ടോക്കിയോവിലെത്തിയ ബരാക് ഒബാമ ഉച്ചകോടി സമാപിച്ച ഉടനെയാണ് പ്രത്യേക വിമാനത്തിൽ ഹിരോഷിമയിലെത്തിയത്. ആണവായുധ പ്രയോഗത്തിന്റെ ജീവിക്കുന്ന ഇരകൾ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു. എന്നാൽ അണുബോംബ് വർഷത്തിൽ മാപ്പ് പറയാൻ ഒബാമ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ആകാശത്തു നിന്നും മരണം മഴയായി പെയ്തിറങ്ങിയ ഹിരോഷിമയിലേക്ക് ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എത്തുന്നത്. G7 ഉച്ചകോടിക്കായി ടോക്കിയോവിലെത്തിയ ബരാക് ഒബാമ ഉച്ചകോടി സമാപിച്ച ശേഷമാണ് ഹിരോഷിമയിലെ മരണഭൂമിയിലേക്ക് പറന്നിറങ്ങിയത്.
ഒരു നഗരത്തെ തന്നെ തുടച്ചു നീക്കിയ ആണവ ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികൾ അവിടെ ഒബാമയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇരകളുമായി ഒബാമ സംവദിച്ചത്. പക്ഷേ 2 ലക്ഷത്തിലധികം പേരുടെ ജീവനെടുത്ത ഹിരോഷിമ നാഗസാക്കി അണുബോംബ് വർഷത്തിൽ മാപ്പു പറയാൻ ഒബാമ തയ്യാറായില്ല. പകരം ലോകരാജ്യങ്ങൾ ആണവായുധങ്ങൾ കുറച്ചുകൊണ്ടുവരണമെന്ന ഉപദേശം മാത്രമാണ് ഒബാമയുടെ ഭാഗത്തു നിന്നുണ്ടായത്. That is the future we can choose. A future in which Hiroshima and Nagasaki are known not as the dawn of atomic warfare, but as the start of our own moral awakening. അതേസമയം ജീവിക്കുന്ന ഇരകളുമായി സംസാരിക്കുന്നത് മറ്റൊരു തരത്തിൽ ക്ഷമാപണം തന്നെയാണെന്ന വികാരമാണ് ജപ്പാൻ മാധ്യമങ്ങൾ പങ്കുവച്ചത്. ഒബാമയെ ജപ്പാൻ പ്രസിഡന്റ് ഷിൻസോ ആബെയും അനുഗമിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്. ഈ വർഷം നവംബർ 8-ന് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ഹിലരി ക്ലിന്റൺ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കും. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആവശ്യമായ 1237 എന്ന മാന്ത്രിക നമ്പറിലേക്ക് ട്രംപ് വിജയിച്ചു കയറിയതോടെയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ 9 സംസ്ഥാനങ്ങളിലും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ നിശ്ചിത എണ്ണം പ്രതിനിധികളുടെ പിന്തുണ നേടുന്നയാളാണ് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന US പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുക. ട്രംപ് അടക്കം 16 പേരാണ് ഇത്തവണത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാവാൻ മത്സരിച്ചത്. 16 മത്സരാർത്ഥികളെയും പിന്തള്ളി 1238 പ്രതിനിധികളുടെ പിന്തുണയോടെയാണ് ട്രംപ് ഒന്നാമതെത്തിയത്. മറുവശത്ത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹിലാരിയും വിജയത്തോടടുക്കുകയാണ്. 2383 പ്രതിനിധികളുടെ പിന്തുണ വേണ്ട ഹിലാരിക്ക് ഇപ്പോൾ 2287 പേരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു. ആഗോള റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ ട്രംപ് അമേരിക്കയിലെ അതിസമ്പന്നരിൽ ഒരാൾ കൂടിയാണ്. പ്രസിഡന്റ് ആവുന്ന പക്ഷം ശമ്പളമായി $1 പോലും കൈപ്പറ്റില്ലെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രചരണത്തിനിടെ ട്രംപ് നടത്തിയ മുസ്ലിം വംശീയ വിരുദ്ധ പ്രസ്താവനകൾ ആഗോളതലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും KK ശൈലജ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ഇത്തവണ കാലവർഷം കടുക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ദിനമായ ജൂൺ 5-നകം കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുമെന്ന് യോഗശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ പൗരന്മാരും, മുഴുവൻ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം അന്നത്തെ ദിവസം അവനവൻ താമസിക്കുന്ന പ്രദേശത്തും അവനവൻ്റെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനം നടത്തിയിരിക്കുന്നു. കൊതുക് നിവാരണ പ്രവർത്തനം നടന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജൂൺ 5 നമുക്ക് സാധിക്കണം. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. മെയ് 31-നകം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗങ്ങൾ ചേരും. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കൊതുകു നിവാരണത്തിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമായി അടിയന്തര നടപടികൾ എടുക്കും. ആശുപത്രികളിൽ മരുന്നെത്തിക്കാനും ജീവനക്കാരുടെ അഭാവം നികത്താനും പ്രത്യേക ക്രമീകരണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ദുരന്ത നിവാരണത്തിനായി മുന്നൊരുക്കങ്ങൾ നടത്താനും കൃഷിനാശമുണ്ടായാൽ ഒരാഴ്ചക്കകം തന്നെ നഷ്ടപരിഹാരം നൽകാനും റവന്യൂ, ധന, കൃഷി, പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കും. ചീഫ് സെക്രട്ടറിക്കാണ് വകുപ്പുകൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല. എല്ലാ പ്രവർത്തനങ്ങളും അഴിമതി വിമുക്തമാക്കാനായി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ധനമന്ത്രി തോമസ് ഐസക്, റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ, കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.